ഗൈസ്, വർക്കല കടൽ തീരത്തും കണ്ടെയ്നറുകൾ വന്ന് കയറിയിരിക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. സ്പോട്ടിൽ ചെന്ന് നോക്കുമ്പോൾ മനസ്സിലാവുന്നത് ഇവിടെ അടിച്ചു കയറിയിരിക്കുന്ന കണ്ടെയ്നറിൻ്റെ ഭൂരിഭാഗവും, അതായത് 90% കടലടിച്ച് പൊളിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഇതിലുണ്ടായിരുന്ന സാധനങ്ങളിൽ കുറേയൊക്കെ ഈ ഒരു ഏരിയ തന്നെ സ്പ്രെഡായി കിടക്കുന്നതായിട്ട് കാണാം കേട്ടോ. ഇത് വന്ന് കയറിയിരിക്കുന്ന മിക്ക ഏരിയസിലും ഇതുപോലെ പോലീസിൻ്റെ വീക്ഷണമുണ്ട്. കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് ഈ ഒരു സാധനങ്ങൾ നമ്മൾ തൊടാൻ പാടില്ല. ഓപ്പൺ ചെയ്യാനോ എടുക്കാനോ കൈകാര്യം ചെയ്യാനോ ഒന്നും പാടില്ല. ഇതിന് അടുത്തായി കിടക്കുന്നതൊക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ വന്ന് കയറി എന്തൊക്കെയോ സാധനങ്ങളാണ് കേട്ടോ. ഈ കാണുന്ന ഈ ഏരിയയിൽ കുറച്ച് കൂടുതൽ സാധനങ്ങൾ അടിച്ചു കയറിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് തന്നെ കറക്റ്റ് നമ്മുടെ സിമെൻറ്റ് ചാക്ക് കണക്ക് തോന്നിക്കുന്ന ഒരു ചാക്ക് കിടപ്പുണ്ട്. പിന്നെ എന്തൊക്കെയോ കുറേ സ്ക്രാപ്സും സാധനങ്ങളും എല്ലാം ചാക്കിലൊക്കെ കെട്ടിയ രീതിയിലുള്ള എന്തൊക്കെയോ കുറേ ബോക്സുകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. കടലിൽ ഇപ്പോൾ നല്ല കോളടിച്ച് കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ അടിച്ച് കയറ്റിയ സാധനങ്ങൾ തന്നെ പിന്നും അടിച്ച് പല ഏരിയസിലും കൊണ്ട് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ എടുത്തു പറയേണ്ട കാര്യം, ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലാത്ത ഏരിയസിൽ എന്തെങ്കിലും സംശയം തോന്നിക്കുന്ന സാധനങ്ങൾ കടലിൽ നിന്ന് അടിച്ചു കയറിയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ നമ്മൾ അറിയിക്കണം കേട്ടോ. ഇതിന് മെയിൻ കാരണമെന്ന് പറഞ്ഞാൽ മാരകമായിട്ടുള്ള കെമിക്കൽസും ഒക്കെ ഇതിൽ ഉൾപ്പെടുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരിക്കലും റിസ്ക് എടുക്കാൻ പാടില്ല. ഇതുവരെ കണ്ടതിൽ വെച്ച് കുറച്ച് സീനായിട്ടുള്ളൊരു സംഭവം കാണിക്കാൻ പോവുകയാണേ. കറക്റ്റ് മുത്തുവാരി തറയെ വിതറിയിക്കുന്ന പോലെ നമ്മുടെ ഹോമിയോ ഗുളിക പോലെയൊക്കെ ഉണ്ട് സാധനം. ഫുള്ള് അടിച്ച് കയറി കിടക്കുവാണ്. നമുക്ക് കാണാൻ കഴിയും കടലിൻ്റെ ഈ ഒരു തീരത്ത് മൊത്തം തിരയടിച്ച് കയറി അനുസരിച്ച് ഈ ഒരു സാധനം കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കടലിൽ ഇതിൻ്റെ എത്ര അളവ് കാണുമെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഇത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും കറക്റ്റ് ഒരു ഗുളികരെ വലുപ്പമുള്ള സാധനമാണ്. അതുകൊണ്ട് തന്നെ കടലിലെ മീനുകൾ ഈ കളറും ഇതിൻ്റെ ഷേപ്പൊക്കെ വെച്ചിട്ട് ചിലപ്പോൾ ഇതിനെ തിന്നാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇത് എന്താണെന്നോ ഇതിനെപ്പറ്റി കൂടുതൽ അറിവില്ലാത്തതുകൊണ്ട് നമ്മൾ കൂടുതലൊന്നും പറയുന്നില്ല. എന്തായാലും റിസോർട്ടിൽ നിന്ന് ബീച്ചിലേക്ക് ഇറങ്ങുന്ന പോർഷൻസൊക്കെ അവരെ തന്നെ കയറ് കെട്ടി അടച്ചിട്ടുണ്ട് സേഫ്റ്റിക്ക് വേണ്ടി. ഇങ്ങനെ വരണ്ടായിരുന്നു. കണ്ടെയ്നർ അടിച്ച് തകർത്തിട്ട് അതിൻ്റെ ഒരു പോർഷൻ വന്ന് ഇവിടെ കയറി കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും കുറേയേറെ റോ മെറ്റീരിയൽസ് കടലിലേക്ക് തള്ളപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ ഇത്രയേ ഉള്ളൂ, ഇതുകൊണ്ട് മനുഷ്യർക്കുണ്ടായ നഷ്ടം പോലെ കടലിലെ ആവാസ വ്യവസ്ഥയ്ക്ക് ഇതുകൊണ്ട് വലിയ കേടുപാടൊന്നും ഉണ്ടാവാതിരിക്കട്ടെ.